ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പൊട്ടറ്റോയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി തയ്യാറാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു ബൗളിൽ ഞാനൊരു 3 പൊട്ടറ്റോ നല്ലപോലെ വേവിച്ചിട്ട് നല്ല ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ്, 1 കപ്പ് ആദ്യം ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പാണ് ആദ്യം ചേർത്തത്. അപ്പോൾ കുറച്ച് വാട്ടറി ആയിട്ടിരുന്നുകൊണ്ട് പിന്നെ ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനെ 1/2 കപ്പ് ബ്രെഡ് പൊടിച്ചതാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ട് ആദ്യം കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തേച്ചിട്ട് കുറച്ച് മാത്രം എടുത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലേക്കായിട്ട് ഞാനിവിടെ സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോ പീസ് എടുത്ത് നടുവിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫിംഗർ പോലെ ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിൽ ചെയ്തതേ ഉള്ളൂ. ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ചീസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചീസ് ഇല്ലാതെയും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചീസ് ഇല്ലാതെ വേണമെങ്കിൽ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിതിനകത്തേക്ക് ചീസ് വെച്ചിട്ടാണ് എല്ലാ ഫിംഗറും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കും. അപ്പം ഞാൻ ഈ ബ്രെഡിൻ്റെ മിക്സ് എല്ലാം ഇതുപോലെ ഫിംഗർ പോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വന്നിട്ട് കുറച്ച് കോൺഫ്ലോറും വെള്ളവും കൂടി മിക്സ് ചെയ്തതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എടുത്തിട്ട് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കോൺഫ്ലോറിൽ വെള്ളം കലക്കിയിട്ട് അങ്ങനെയാണ് ഡിപ്പ് ചെയ്തത്. സോറി, അത് കാണിക്കാൻ വിട്ടുപോയി. ആ വീഡിയോ ക്ലിപ്പ് മിസ്സായതാണേ. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പിയാണ്.
പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.